ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിലെ 26-ാമത്തെ അധ്യായം 17 മുതൽ 29 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഇന്ന് പൗരസ്ത്യ സഭ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആചരിക്കുകയാണ്. ഈശോയുടെ പരസ്യ ജീവിതകാലത്തിൻ്റെ സമാപന വേളയിൽ അവിടുന്ന് ശിഷ്യന്മാരോടൊത്ത് പെസഹ ആചരിച്ച് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു എന്നത് പെസഹ വ്യാഴാഴ്ച നാം അനുസ്മരിക്കുന്ന പ്രാർത്ഥനകളും ധ്യാന വിഷയവുമാണ്. അതേപോലെ അതിൻ്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസത്തിൽ. ശിഷ്യന്മാരോടൊത്ത് പെസഹ ആചരിച്ച ഈശോ അവരോട് പറയുന്നുണ്ട്, ഗോതമ്പപ്പം എടുത്തുയർത്തിയിട്ട് ഇതിൻ്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കും. അവിടുന്ന് മുന്തിരിച്ചാറ് നിറഞ്ഞ പാനപാത്രം എടുത്തുയർത്തിയിട്ട് പറഞ്ഞു, ഇത് എൻ്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി പാനം ചെയ്യുക. പ്രതീകാത്മകമായിട്ട് ഗോതമ്പപ്പത്തെയും മുന്തിരിച്ചാറിനെയും യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളാക്കി അവിടുന്ന് മാറ്റിയത് ഇനി അങ്ങോട്ടുള്ള വിശ്വാസികളുടെ തീർത്ഥയാത്രയിൽ അവന് ഭോജനമായി, അവന് ഭക്ഷണമായി തീരേണ്ട ദിവ്യകാരുണ്യത്തെ അവിടുന്ന് ഉയർത്തുകയാണ്. നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവൻ എന്ന് പറഞ്ഞ് അവിടുന്ന് പങ്കുവച്ച ആ ദിവ്യകാരുണ്യമാണല്ലോ നമ്മുടെ ഓരോ ബലിവേദിയിലും ആവർത്തിക്കപ്പെടുക. കാൽവരി നെറുകയിൽ തൻ്റെ ശരീരരക്തങ്ങൾ മനുജുകുലത്തിൻ്റെ വിമോചനത്തിനു വേണ്ടി അർപ്പിച്ചപ്പോൾ അവസാനത്തുള്ളി ചോരയും അവൻ്റെ പാപവിമോചനത്തിനു വേണ്ടി ചൊരിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവിടുത്തെ വാക്കുകൾ അന്വർത്ഥമാവുകയാണ്. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ലോകത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി ഞാൻ പങ്കുവയ്ക്കുന്ന രക്തം എൻ്റെ ജീവരക്തമാണ്. എൻ്റെ ജീവരക്തമാണ് കാസയിൽ നിന്ന് നിങ്ങൾ ഉൾക്കൊള്ളുക. പ്രിയപ്പെട്ടവരെ, ഈ വലിയ അനുഗ്രഹത്തെ അനുസ്മരിക്കുകയാണ് ഓരോ വിശുദ്ധ ബലിയിലും. ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ സൃഷ്ടികർമ്മത്തിൽ പ്രപഞ്ചത്തെ മുഴുവനും അവിടുന്ന് സംവിധാനം ചെയ്തിരിക്കുന്ന രീതി മനുഷ്യന് അഗ്രാഹ്യമാണ്, ചിന്തകൾക്കും യുക്തിക്കുമൊക്കെ അതീതമാണ് എന്ന് നമുക്കറിയാം. അവിടുന്ന് അരുളി ചെയ്ത ഈ വചനം എൻ്റെ ശരീരമായി, എൻ്റെ രക്തമായി നിങ്ങൾ എന്നും ഇത് ആവർത്തിക്കണമെന്ന് അവിടുന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിച്ച് നൽകിയപ്പോൾ അവിടുന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിച്ചത്, നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം ഇത് എൻ്റെ നാമത്തിൽ ആവർത്തിക്കണം എന്ന്. ദൈവത്തിൻ്റെ സംവിധാനത്തിലെ മഹാത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു രാജ്യത്ത്, ഏതെങ്കിലും ഒരു കോണിൽ 24 മണിക്കൂറും വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടതടവില്ലാതെ നിരന്തരം ഈ വിശുദ്ധ കുർബാന ലോകത്തിൽ അനവരതം അർപ്പിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നോണം ഈ ദിവ്യരഹസ്യം അത്ഭുതത്തോടെ നമ്മൾ നോക്കിക്കാണുക. ഒരു വൈദികൻ തൻ്റെ കരങ്ങളിൽ ഗോതമ്പപ്പം ഉയർത്തിയിട്ട് ഇതെൻ്റെ ശരീരമാണ് എന്ന് അവിടുത്തെ വാക്കുകൾ ആവർത്തിക്കുമ്പോൾ അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന ആ ഓസ്തി അവൻ്റെ ശരീരമായി മാറുമെന്നും അച്ഛൻ ഉയർത്തിപ്പിടിച്ച പാനപാത്രത്തിലെ വീഞ്ഞ് അവൻ്റെ രക്തമായി മാറുമെന്നും എല്ലാ വിശ്വാസികളും ഹൃദയം കൊണ്ട് ഏറ്റുപറയുന്ന കാര്യമാണ്. വീഞ്ഞിൻ്റെ ഭാവഭേദത്തെയോ
അപ്പത്തിൻ്റെ രൂപഭാവത്തെയോ ഭേദത്തെയോ ഒന്നും നമ്മൾ സംശയിക്കുന്നില്ല. വിശ്വാസത്തിൻ്റെ അകക്കണ്ണുകൾ തുറന്ന് ഈ അപ്പത്തെ അവൻ്റെ ശരീരമായും വീഞ്ഞിനെ അവിടുത്തെ തിരുരക്തമായിട്ടുമാണ് നാം ഉൾക്കൊള്ളുക. ദിവികാരുണ്യ ഭക്തിയിൽ അടിയുറച്ച് ജീവിക്കുവാൻ ഓരോ ക്രിസ്ത്യാനിയും ആഹ്വാനം ചെയ്യുന്ന യേശു തമ്പുരാൻ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. ദിവികാരുണ്യം എന്തെങ്കിലും ഒരിക്കൽ ഉൾക്കൊണ്ടേണ്ടതല്ല എന്ന തിരിച്ചറിവ് ഓരോ ക്രിസ്ത്യാനിക്കും ഉണ്ടാകണം. അവൻ ബലിവേദിയിൽ ബലിയർപ്പണത്തിനായി എത്തുമ്പോഴെല്ലാം യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ ഭാഗമാക്കണം. വിശുദ്ധ കുർബാന വിശുദ്ധർക്ക് ഉള്ളതാണ് എന്ന് അവിടുന്ന് പറയുമ്പോൾ പാപരഹിതമായ, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച വിശുദ്ധരുടെ സമൂഹത്തിലാണ് ബലി അർപ്പിക്കപ്പെടേണ്ടത് എന്ന കാര്യം ദിവ്യബലിയിൽ നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. ദിവ്യബലി മധ്യേ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളിലൂടെ, കൂടെ നടത്തുന്ന കുമ്പസാരത്തിലൂടെ നമ്മുടെ പാപകറകൾ അവൻ്റെ തിരുസാന്നിധ്യത്തിൽ ഇറക്കി വെച്ച് അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ മക്കളായിട്ട് തീരാൻ നാം ആഗ്രഹിക്കണം. വിശുദ്ധിയോടെ ബലിയർപ്പിക്കുന്നവരായി തീർന്നുകൊണ്ട് ഈ ബലിവേദിയിൽ അവൻ്റെ തിരുശരീരരക്തങ്ങൾ സ്വീകരിക്കുന്നതിൽ മടുപ്പ് കൂടാതെ തീഷ്ണതയോടെ മുന്നോട്ട് പോകുന്നവരായി, ക്രിസ്ത്യാനികളായി, ദിവികാരുണ്യ ഭക്തരായി, ദിവികാരുണ്യത്തിന് ഉപാസകരായി തീർന്ന് മുന്നോട്ട് പോകാൻ ഈ നല്ല തിരുനാൾ നമ്മളെ അനുസ്മരിക്കുന്നു. ദിവികാരുണ്യ ഭക്തിയിൽ വീഴ്ച വരുത്താതെ, മാന്യം വരാതെ, തീഷ്ണതയിൽ കുറവ് വരാതെ ഈ അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷ ഏറ്റുവാങ്ങാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ദിവ്യകാരുണ്യം നമ്മുടെ ആത്മാവിന് ഭോജനമായി, നിത്യജീവനിലേക്കുള്ള കവാടമായി ഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.